സംസ്ഥാനത്തെ ഈ പാമ്പുകടി വ്യാപകമാകുമ്പോഴും ആരോഗ്യവകുപ്പ് കൃത്യമായി റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുന്നില്ല എന്ന പരാതി ഉയരുന്നുണ്ട്. 3 വർഷത്തിനിടെ 4 മരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്തത്. ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. വനം വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 3 വർഷത്തിനിടെ 86 പേർക്ക് പാമ്പ് കടിയേറ്റിട്ടുണ്ട്. റോഷിപ്പാലാണ് ചേരുന്നത്. റോഷിപ്പാൽ, ഇതിൽ ആർക്കാണ് വീഴ്ച പറ്റുന്നത്? ഈ കൃത്യമായ കണക്കുകൾ എന്തുകൊണ്ടാണ് നൽകാൻ കഴിയാത്തത്? വിനിത, കേന്ദ്ര സർക്കാരിന്റെ കർശനമായ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഇത് നോട്ടിഫൈഡ് ഡിസീസ് ആക്കി മാറ്റണമെന്നായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലും അങ്ങനെ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. പക്ഷേ ഉത്തരവ് പുറത്തിറക്കിയെങ്കിലും കേന്ദ്ര സർക്കാരിന് ഓരോ മാസവും ഓരോ വർഷവും പാമ്പ് കടിയേൽക്കുന്നവരുടെ കണക്ക് നൽകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തെളിയിക്കുന്ന പാർലമെന്റിലെ രേഖയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പാർലമെന്റിൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റവരുടെ എണ്ണം വെറും 4 എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ്. അത് ആരോഗ്യമന്ത്രി രേഖാമൂലം തന്നെയാണ് പാർലമെന്റിനെ ഇക്കാര്യം അറിയിച്ചത്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് കൃത്യമായ അതിൽ കൂടുതൽ ആളുകൾക്ക് പാമ്പ് കടിയേറ്റതായി കണക്കുണ്ട്. വനം വകുപ്പിന്റെ കണക്ക് പരിശോധിക്കുമ്പോൾ 80-ലേറെ പേർക്ക് കഴിഞ്ഞ 3 വർഷം പാമ്പ് കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി കണക്കുകൾ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നില്ല, അത് അറിയിക്കുന്നില്ല എന്നതാണ് ഇതുവഴി മനസ്സിലാക്കുന്നത്. ഗൗരവത്തോടെ ആ കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പിഴവ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ പാർലമെന്റ് രേഖ ബോധ്യപ്പെടുത്തുന്നത്. ഏതായാലും പാമ്പ് കടി വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നോട്ടിഫൈഡ് ഡിസീസ് ആക്കി മാറ്റാനുള്ള നിർദ്ദേശം. അത് പാലിച്ചെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിലടക്കം വലിയ വീഴ്ച സർക്കാരിന് വന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശരി, അതാണ് റോഷിപ്പാൽ ചൂണ്ടിക്കാണിച്ചത്.